മലയാളി പ്രേക്ഷകരുടെ ടി വികളിൽ ഏറ്റവും കൂടുതൽ അവരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു നായക കഥാപാത്രം ബിഗ് ബോസിലൂടെ വീണ്ടും നമ്മുടെ മനസ്സുകളിലെത്തി. ഇപ്പോൾ ഇത് ദുബായിലുണ്ട്. അദ്ദേഹം ഒരു സിനിമയുടെ ഭാഗമാണ്. ഒരു ഷോർട്ട് ഫിലിം എന്ന് വേണ്ടി പറയേണ്ട ഒരു സിനിമ പോലെ തന്നെ മനോഹരമാണ്. ഒരു കാവ്യമാണ്. അതിൻ്റെ സംവിധായകനാണ്, അതിലെ നടനാണ് കൺമഷി അല്ലേ? അതെ, പറയും. കൺമഷി ഇവിടെ ദുബായിൽ നമ്മളിവിടെ സ്റ്റാർ ഗലേറിയയിലെ സ്ക്രീൻ 1 വെച്ചിട്ട് ഇപ്പോൾ പ്രിവ്യൂ ചെയ്തു. നല്ല ആൾക്കാരുണ്ടായിരുന്നു. കൺമഷി എന്ന് പറയുന്നത് ഒരു വള്ളുവനാടൻ പശ്ചാത്തലത്തിൽ തെയ്യത്തിനെ അവതരിപ്പിക്കുന്ന ഒരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. മുകുന്ദം പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലാണ് കൺമഷി ചെയ്തിരിക്കുന്നത്. അഞ്ജലി മുകുന്ദമാണ് കൺമഷിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അതിലെ ലിറിക്സ് മ്യൂസിക് ചെയ്തത് അഞ്ജലി തന്നെയാണ്. ഷിഹാബ് ഓങ്ങലൂരാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. സച്ചിൻ സത്യാണ് അതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ജിത്തു മേനോൻ, ഞങ്ങൾ രണ്ടുപേരെയും കൂടാതെ തന്നെ ജിത്തു മേനോൻ, പിന്നെ ജിനോ ജോൺ, പ്രമോദ് തുടങ്ങിയ ആൾക്കാരാണ് അഭിനയിച്ചിരിക്കുന്നത്. എന്ത് ഓണറാണ് കഥ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. എന്നാൽ അതിൽ പ്രണയവും അതിൽ വരുന്നൊരു അതിന് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു റിവെഞ്ചും ഒക്കെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. അത് പക്ഷേ അവതരിപ്പിച്ചിരിക്കുന്നത് കുറച്ചും കൂടി നമ്മുടെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളായിട്ടുള്ള തെയ്യം, നാഗക്കളം തുടങ്ങിയ കലാരൂപങ്ങളുടെ പശ്ചാത്തലത്തിൽ വള്ളുവനാടിലൂടെയാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായും കേരളത്തിലാണ് ചിത്രീകരണം കഴിഞ്ഞത്. കംപ്ലീറ്റ് കേരളത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പാലക്കാട്, തിരുമിറ്റക്കോട്, കവ, ആറങ്ങോട്ടുകര ആ ഭാഗങ്ങളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസറോട് ചോദിക്കട്ടെ, ഇത് സിനിമയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു സാധനം എടുത്ത് നോക്കിയതാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആക്ച്വലി മ്യൂസീഷ്യനാണ് ബൈ പ്രൊഫൈൽ. അപ്പോൾ ഒരു മ്യൂസിക്കിൽ നിന്ന് തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ. ഇതിലെ കുറുമാലിപ്പുഴ എന്ന് പറയുന്ന ഗാനത്തിൽ നിന്നാണ് നമ്മൾ ഈ പ്രോജക്റ്റ് കിക്ക് ഓഫ് ആവുന്നത്. അതിനുശേഷം നമ്മളിതിനെ ഒരു കഥ രൂപത്തിൽ അരമണിക്കൂറിൻ്റെ ഒരു ഫിലിമായിട്ട്, ഫീച്ചർ ഫിലിം പോലെ തന്നെ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു അറ്റംപ്റ്റാണ് ഇതിലേക്കായിട്ട്. പിന്നെയും ആ ഒരു പാട്ട് കൂടാതെ 3 പാട്ടുകളിലൂടെ നമ്മൾ എഴുതി ചേർക്കുകയും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. 21st ഫ്രൈഡേ ഇത് യൂട്യൂബിലൂടെ റിലീസാണ്. അപ്പോൾ എല്ലാവരും കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. 21-ാം തീയതി യൂട്യൂബിൽ റിലീസാണ്. ഏത് ചാനലിൽ റിലീസാവുന്നത്? അഞ്ജലി മുകുന്ദം യൂട്യൂബ് ചാനൽ, സ്വന്തം ചാനലിലൂടെ റിലീസാവുന്നത്. അപ്പോൾ ഇത് റിലീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഥകൾ സമീപിക്കാം. ഭാവിയിലെ പ്രൊഡ്യൂസറാണ് അല്ലേ? സംഗീത സംവിധായകനാവണമെന്നാണ്. സംഗീത സംവിധായക കൂടെയാണ്. മറ്റേ ബാലേന്ദ്ര മേനോൻ സാറിനെ പോലെ സംഗീത സംവിധായകൻ കൂടെയാണ്. എല്ലാം ചെയ്യും. വരികൾ എഴുതും, അഭിനയിക്കും, പാട്ടുകൾ പാടും. ഇതിൽ പാടിയിരിക്കുന്നത് അഞ്ജലി പാടിയിട്ടുണ്ട്, വൈക്കം വിജയലക്ഷ്മി മാം പാടിയിട്ടുണ്ട്, സജിത് ശങ്കർ പാടിയിട്ടുണ്ട്. അപ്പോൾ അഞ്ജലി ഇതിൻ്റെ ഈ കൺമഷി എന്ന് പറയുന്ന ഒരു വലിയ ടൈറ്റിൽ മ്യൂറലിൻ്റെയും തെയ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ അവിടെ കിടക്കുമ്പോഴും അതിൻ്റെ ആ കൺമഷിയുടെ എല്ലാ ഫോണ്ടിലും നിറഞ്ഞു നിൽക്കുന്നത് അഞ്ജലി തന്നെയാണ് ശരിക്കും. സീരിയലിൽ വന്നു, ബിഗ് ബോസിൽ പോയി, ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തു. ഇനി സിനിമയാണോ? സിനിമകൾ ലൈക്ക് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ അഭിനയിച്ചത് അല്ലെങ്കിൽ റിലീസായ പടം എന്ന് പറയുന്നത് ഭഗവാൻ ദാസിൻ്റെ രാമരാജ്യമാണ്. ബിഗ് ബോസിന് പോകുന്നതിൻ്റെ മുമ്പേ ആയിരുന്നു അജഗജാന്തരം സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അജഗജാന്തരം റിലീസായി. ഇനിയിപ്പോൾ റിലീസ് ചെയ്യാനിരിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്. ചന്ദ്രനും പോലീസും, ജോജു ചേട്ടൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പണി എന്ന് പറഞ്ഞ സിനിമയിലൊരു ചെറിയ കഥാപാത്രമുണ്ട്. പഞ്ചായത്ത് ചെട്ടി, ഒരു കട്ടിലൊരു മുറി എന്ന് പറയുന്ന പടം, പിന്നെ ശ്രീവരുണ്ട് ഒരു സിനിമ വരുന്നുണ്ട്. അങ്ങനെ സിനിമകളുണ്ട്. ഈ ബിഗ് ബോസിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ കണ്ടിരുന്നല്ലോ. ബിഗ് ബോസ് കഴിഞ്ഞില്ലേ, ഫിനാലെയോട് കൂടി കഴിഞ്ഞില്ലേ? അപ്പോൾ എന്താ ആ വിവാദങ്ങൾ എങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? എന്തെന്ന് എനിക്ക് അതിനോടൊന്നും അത്ര വലിയ താല്പര്യം. വിവാദങ്ങൾ അവർ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും എനിക്ക് അതിലോട് താല്പര്യമില്ല. കാരണം എൻ്റെ സീസൺ എന്ന് പറയുന്നത് സീസൺ 3 ആയിരുന്നു. അത് കഴിഞ്ഞു. ബിഗ് ബോസ് സീസൺ 3 കഴിഞ്ഞതിന് ശേഷം ആസ് എ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഞാൻ കാണാറുണ്ട്. അതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമാണ്. ഞാൻ അവിടെ തന്നെ സ്റ്റക്കപ്പായിട്ട് നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള വഴികളിലൂടെ പോകണമെന്നും എൻ്റേതായിട്ടുള്ള കരിയർ ഉണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് എൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ വീണ്ടും ബിഗ് ബോസ് എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് അതൊരു കാര്യമില്ല. ആസ് എ ഷോ എന്നുള്ള രീതിയിൽ ഞാനത് കാണും. ഏതൊരു ഷോ നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ തുടർന്ന് കാണും. അപ്പോൾ സമയമുള്ള സമയത്ത് ആ ഷോ കാണാറുണ്ട്. ഇപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ഞാൻ. ഏഷ്യാനെറ്റിലെ സ്റ്റാർട്ട് മ്യൂസിക് എന്ന് പറയുന്ന പ്രോഗ്രാമിന് ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. അതിൽ നടക്കുന്ന ബാക്കി വിഷയങ്ങളെ പറ്റിയിട്ടുള്ള കാര്യത്തിൽ എനിക്ക് കൃത്യമായിട്ടുള്ള അറിവില്ലാത്ത കാര്യത്തിനെ പറ്റി നമ്മൾ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യം എനിക്കില്ല. സോ അതുകൊണ്ട് തന്നെ അത് ബിഗ് ബോസിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. എൻ്റെ സ്റ്റാൻഡ് ഇതായിരുന്നു അവിടെ ആയിരുന്നപ്പോഴും. അപ്പോൾ അറിയാത്തൊരു കാര്യത്തിന് എൻ്റെ ചെവിയിൽ വന്ന എനിക്കറിയാവുന്നൊരു കാര്യമാണെന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ മറുപടി എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എന്തായാലും കൺമഷി 24 റിലീസാണ്. എല്ലാവരും കാണണം. താങ്ക് യു.